ആകാശവാണി. പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശില്പ, അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു. പെയ്ത്ത്. മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എൻ്റെ ഭാവങ്ങൾ കടമെടുക്കുന്നത് വരെ. ഒരു വേള ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എൻ്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. കുറേ നേരം എൻ്റെ പുകഞ്ഞ മനസ്സ് ആറി തണുക്കുന്നത് വരെ. മുറ്റത്ത് പോയൊന്ന് നനഞ്ഞെങ്കിലെന്ന് വിചാരിക്കും. എന്നാൽ ശാന്തമായ മഴയെ എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിൻ്റെ ജലം അവയ്ക്കുള്ളിലുണ്ടെന്നതിനാൽ, അവ എന്നെ മൂടുമെന്നതിനാൽ, ശാന്തമായ മഴയും മഴയുടെ പെയ്ത്തും എന്നെ മരണവക്കോളം എത്തിക്കുന്നു. ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എൻ്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എൻ്റെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. 1ലോ 2ലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു. എനിക്ക് അന്നൊക്കെ അവൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോയെന്ന് നോക്കും. UP ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെക്കുറിച്ച് എഴുതി. കുറേ എഴുതി. അവൻ്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല് കിട്ടിയത്, എൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവൻ്റെ ദേഹത്ത് കറി വീണത്. അങ്ങനെ UP ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേ ഇല്ല. UP ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവനെന്നെ നോക്കി ചിരിച്ചു. LP ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടി തട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി.
ഓണപ്പരിപാടിക്ക് അവനൊരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ഉടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതറി മാറാനായില്ല. അവൻ എന്നെ വീണ്ടും ബലാത്കാരമായി കടന്നു പിടിച്ചു. വഴിയിലെങ്ങും ആരുമില്ല. അവൻ എന്റെ കവിളിൽ ഉമ്മ വയ്ക്കാൻ നോക്കി. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതറി ഓടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിയിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ബോട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരു ആൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷെ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ. നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ? വേണ്ട, ചായ വേണ്ട. നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു. പനിയാണ്, തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതും ഉണ്ടോ കയ്യിൽ? അത് ചോദിക്കാനാ വന്നത്. നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെയില്ല. സെം എക്സാം അല്ലേ വരുന്നത്. അപ്പോൾ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ. ആ, മെഡിക്കൽ വെച്ചാൽ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും? നീ അങ്ങനെ കളിയാക്കല്ലേ. സത്യമായിട്ടും പനി തന്നെയായിരുന്നു. ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നാണ് കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം. കിട്ടിയ നല്ല അവസരമല്ലേ. എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരമുണ്ടോ? അടുത്ത ആഴ്ച ഒന്ന് വീട്ടിൽ പോകാനിരിക്കുമായിരുന്നു. ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയാൽ പോരെ? ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ? ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാൽ നല്ലതല്ലേ? അതെ അതെ. ഇപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഫുഡൊക്കെ നല്ലതാണോ? നല്ല ഫുഡൊന്നും അല്ല. എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല. അത് തന്നെ ഭാഗ്യം. ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്. നേതാവ് ചമഞ്ഞതൊന്നും അല്ല. ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാൾ നേരിട്ടിറങ്ങിയാൽ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും. അതുകൊണ്ടാ. ശരിയാ. അല്ല, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു. എന്താ ഗായത്രി മാറിയിരിക്കുന്നത്? അവളോട് നീ ഇപ്പോൾ ഒന്നും ചോദിക്കല്ലേ. ആകെ ഡെസ്പായിട്ടിരിക്കുക. അവളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക. ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കുറേ നാളായല്ലോ. ടീച്ചറും ചോദിച്ചിരുന്നു.
അവളോട് അടുത്ത ആഴ്ചത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയണേ. ഞാനെന്നാ പോവുക. ശരിടാ, ബൈ. അത് കൊള്ളാം. ഹോസ്റ്റലിലിരുന്ന പ്രശ്നമാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. എന്നിട്ടിപ്പോ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണ്. എനിക്കറിയാന്നേ, പക്ഷെ എനിക്കവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ മിക്കവാറും ആ ഗ്രൗണ്ടിലുണ്ടാവും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. ആ ശരി. എടാ എപ്പോഴാ നോക്കിയടാ അടിക്കണത്? എടാ നീ കുറച്ചുകൂടെ കയറി നിന്നേ. ലാസ്റ്റ് ബോളാണ്. എടാ അത് അവളല്ലേ വരുന്നേ, ഗായത്രി. അയ്യോ അളിയ, ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും. അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്. എടാ, ഇവളെ തേക്കാൻ സമയമായിട്ടില്ല. കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ. ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ? ഓ, ഒരു 2 വർഷമായി. നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ? ഇത് എത്ര നാളെന്ന് വെച്ചാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം, പോരെ? ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്? അളിയ, അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അളിയ, ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ? എടാ അവൾ ഇങ്ങോട്ടാ വരുന്നത്, പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതെ അതെ, കണ്ട പ്രശ്നം. എടാ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ. നീ ആ താഴത്ത് പുല്ലിന്റെ മറവിൽ നിന്നോ. ശരി. ഗോകുലെ, നീ വിഘ്നേഷിനെ കണ്ടോ? അവൻ എന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്? അവനെ ഞങ്ങൾ കണ്ടിട്ട് കുറേയായി. കള്ളം പറയരുത് ഗോകുലെ, അവന്റെ ബൈക്കാണല്ലോ ആ പുറത്തിരിക്കുന്നത്. അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചിലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ വിട്ടുപോയതായിരിക്കും. ആ, എന്നെത്തുമെന്നാണ് പറഞ്ഞേ? അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങൾ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം. കണ്ടാൽ എൻ്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം. അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്. അവൻ എത്തിയാ എന്തായാലും കാണാൻ വരും. ചെല്ല്. ശരി. അളിയ, അവള് പോയോ? പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്. പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും അല്ലേടാ? ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം. എടാ, ഇതൊക്കെ ഒരു രസമല്ലേ? എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീ തന്നെ എന്നാ കൊണ്ടുപോ. എന്താ ഇത്? ഭക്ഷണം മെസ് ഹാളിലിരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്. ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ആവർത്തിക്കരുത്. ഓക്കെ മാം. അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം, കേട്ടല്ലോ? എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്. ഓക്കെ മാം, ഞാൻ പറയാം. പൊയ്ക്കോളൂ. ആ
ഹെഡ്സെറ്റ് ഇങ്ങ് തന്നെ. എത്ര നേരം ഇരിപ്പ്? തലവേദനിക്കില്ലേ? പിന്നെ വാർഡൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ട്. സീരിയസ് ആയി എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതൊന്നും അറിയില്ല. ചിലപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു കാണും. വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറേയായി. നീ ഇങ്ങനെ തുടങ്ങിയ കഷ്ടാ. ഇത്രയ്ക്ക് തളരാൻ പാടില്ല. കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിൽക്ക്. വീട്ടിലോ? വീട്ടിൽ പോയാൽ ഞാൻ തകർന്നു പോകും. കഴിഞ്ഞ വെക്കേഷന് പോയപ്പോൾ വിഘ്നേഷിൻ്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവനിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അത് പറ. ഡാൻസിൽ പേര് കൊടുത്തതിന്. അതിനാ ഇപ്പോൾ ചൂടായത്. മുമ്പത്തെ തവണ അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന്. ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. പണ്ടൊന്നും അവൻ ഇതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. അയ്യേ, നിന്നെയും ഗോകുലിനെയും ചേർത്ത് സംശയിക്കുന്നോ? അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ. ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്. നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്കും. ഞാൻ പറയുന്നതല്ലോ നീ കേൾക്കുന്നുണ്ടോ? എടി, അതിന് അവനെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ? നാളെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെമിനാറുണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നത്. അവൻ എന്തായാലും അവിടെ ഉണ്ടാവും. ആ, നോക്കാം. ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു. ചെല്ല്. വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെക്കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തൻ്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല സിസ്റ്റർ. നൂണ പറയരുത്. തൻ്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എനിക്കൊന്നും അറിയില്ല. ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും. അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട. ആ, കരയണ്ട, പൊയ്ക്കോളൂ. എന്തിനാ വിളിപ്പിച്ചത്? അവൻ എന്നെക്കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു. എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെല്ലാം പരസ്യമാക്കി. ആ ദുഷ്ടൻ. അവൻ്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാനിനി എന്ത് ചെയ്യും? എടി, നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ. നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്വത്തെ, സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തൻ്റെ പ്രേമഭാജനത്തിൻ്റെ കൈപിടിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിൻ്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ
പ്രത്യാശയെ പ്രണയത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു. മേ ഐ കമിൻ ടീച്ചർ? ആ വരൂ. എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്. അത് ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ വരൂ, വന്നിരിക്കൂ. വിഘ്നേഷിനെ കണ്ടോ? അവനെന്താ പറഞ്ഞത്? ഗായത്രി, ഇന്റർവെല്ലിൽ എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ? ഓവി ടീച്ചർ. എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീട് എടുക്കാം. എടാ, എന്തായി? അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിങ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ? അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവനെ മനസ്സിലാകുന്നില്ല. അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ളൊരു പെരുമാറ്റമായിരുന്നു അവൻ്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു. തമാശയാണ് അവന്. എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്, മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവനെന്നെ ഭീഷണിപ്പെടുത്തുക, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്. ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ. എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇത് അയാൾ പറഞ്ഞ പുസ്തകം. അത് ടീച്ചർ. അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി ഗായത്രി? ഒന്നുമില്ല ടീച്ചർ. ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ. ഓ, നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ. ആ ടീച്ചർ. എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ. ചെല്ലു വേഗം. ഗായത്രി ചെല്ലു. ആ ടീച്ചർ. ശരി. വിഘ്നേഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസമാണ്. നിനക്കറിയാലോ, ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പോൾ. കുട്ടിക്കാലത്തുണ്ടായ ട്രോമകളിൽ നിന്ന് മാറാൻ എനിക്കൊട്ടും സാധിച്ചിരുന്നില്ല. അരവിന്ദിനെ പോലെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ആൺകുട്ടികളെയും കണ്ടത്, സംശയത്തോടെ. പക്ഷേ വിഘ്നേഷ് അങ്ങനത്തെ ഒരാളല്ല എന്ന് മനസ്സിലായത് അവൻ്റെ സംസാരം കേട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ തെറാപ്പി ആയിരുന്നു എനിക്കത്. കുട്ടിക്കാലത്തെ ട്രോമയിൽ നിന്ന് മാറാനും കുറച്ചുകൂടി ആക്റ്റീവ് ആവാനെ സഹായിച്ചത് അവനാണ്. നിനക്ക് ഓർമ്മയില്ലേ എന്നെ ലേഡി റെപ്പായിട്ട് ഇലക്ഷന് നിർത്തിയത്? എനിക്ക് നല്ല പേടിയായിരുന്നു എല്ലാവരെയും കാണാൻ, വോട്ട് ചോദിക്കാൻ. പക്ഷേ പതിയെ ഞാൻ ഓക്കെ ആയി വന്നു. ക്ലാസ് ക്യാമ്പയിന് അവനും ഒപ്പം വന്നു. ആൾക്കാരോട് പഴയ പോലെ ഇടപഴകാനായി. പതിയെ ഞാൻ അരവിന്ദിനെ മറന്നു. വിഘ്നേഷ് എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഇലക്ഷൻ ജയിച്ചപ്പോൾ എന്ത് ആവേശമായിരുന്നു. നിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, അന്ന് പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതും അവനായിരുന്നല്ലോ. എന്നെ ഇതുവരെ മനസ്സിലാക്കിയ ആൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരുന്നെന്ന് ഞാനും കരുതി. അപ്പോഴേക്കും എനിക്ക് അവനെയും അറിയാൻ കഴിഞ്ഞിരുന്നു. നീ ഇങ്ങനെ വിഷമിക്കാതെ. എല്ലാ ബന്ധങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പാളിപ്പോയ ബന്ധങ്ങളെക്കുറിച്ച്
മനുഷ്യന്മാർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. വേദനിപ്പിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പതിയെ മറന്നു തുടങ്ങണം. ചില കാര്യങ്ങൾ മറക്കേണ്ടവയാണ്. ശരിയാണ്, വേദനകൾ മറക്കാൻ എനിക്ക് പ്രയാസമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണതെനിക്ക്. സമയമെടുക്കടോ. സമയമെടുക്കേണ്ടെന്നല്ല പറഞ്ഞത്. ധൈര്യം നിറഞ്ഞൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നമ്മൾ ഒരുമിച്ച് ഈ ഹോസ്റ്റലിൽ സമരം നടത്തിയില്ലേ? അതിന് നമുക്കെങ്ങനെ കഴിഞ്ഞു എന്നോർത്തിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന സമരമാണെന്ന് വിചാരിക്കണം. എല്ലാ സമരവും വിജയിച്ചിട്ടേ ഉള്ളൂ. ശരിയാണ്. എടോ, ചിലപ്പോഴൊക്കെ നിന്റെ വർത്താനം എന്നെ സുഖപ്പെടുത്തുന്ന പോലെ. മതി, നാളെ എക്സാം ഉണ്ട്. സംസാരിച്ചിരിക്കാതെ വാ, പഠിക്കാം. ടീച്ചർ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ? ഗായത്രി, ഗ്രൂപ്പ് ഡാൻസിന് എന്താ ആദ്യം ഇല്ലെന്ന് പറഞ്ഞത്? എല്ലാത്തിനും പങ്കെടുക്കുന്ന കുട്ടിയാണല്ലോ താൻ. അത് സുഖമില്ലായിരുന്നു ടീച്ചർ. ആ, ഈയിടെയായി ഗായത്രി വളരെ സൈലന്റ് ആണ്. ടീച്ചർമാർ തന്നെക്കുറിച്ച് പറയാറുണ്ട് ക്ലാസ്സിൽ വരുന്നില്ല എന്നൊക്കെ. ഇനി എന്നും വരാൻ ടീച്ചർ. എന്താ ഒരു തളർച്ച പോലെ? ഹേയ്, ഒന്നുമില്ല. ഇത്തവണ ആർട്സിന് ഒരു ഇൻഡിവിജ്വൽ ഡാൻസ് കൂടി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഓക്കെയാണ് ടീച്ചർ, ഞാൻ ചെയ്യാം. ആർട്സ് എന്നാണ്? ഈ ആഴ്ച തന്നെ ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമേ കിട്ടുള്ളൂ. ടീച്ചറുടെ മനസ്സിലേതെങ്കിലും പാട്ടുണ്ടോ? സ്വാതി തിരുനാളിൻ്റെ ഒരു കീർത്തനമുണ്ട്. ഞാനതിൻ്റെ ഓഡിയോ തരാം. നീ അത് ഇടയ്ക്കൊന്ന് കേട്ടു നോക്ക്. ഒന്ന് ചെയ്യാൻ നോക്കൂ ഗായത്രി. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവൾ എന്തിനാ കരഞ്ഞുകൊണ്ടുപോയത്? അറിയില്ല ടീച്ചർ. എടാ ഗായത്രി, എടാ, നീ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? മനസ്സൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിനെ ഒന്ന് ശരിയാക്കി വെച്ചാ ഞാൻ ക്ലാസ്സിലേക്ക് പോയത്. എന്നാൽ പിടി വിട്ടുപോയി. തളർന്നു പോയിടി ഞാൻ. ഇതാ എനിക്ക് പറ്റാത്തത്. ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവനും മറന്നോ? ഇങ്ങ് വന്നേ, നമുക്കൊരു ചായ കുടിക്കാം. വാ, വന്നേ. ശരി. ദേ, വിഘ്നേഷ് വരുന്നുണ്ടല്ലോ. ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് സംസാരിച്ചേ മതിയാവൂ. എനിക്ക് സമയമില്ലാന്ന്. പണ്ട് നീ ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. ഓ, പണ്ടത്തെ വിഘ്നേഷാണോ നീ ഇപ്പോ? അതുകൊണ്ട് പണ്ടത്തെ ഞാനുമല്ല. ദേ, എല്ലാവരും ശ്രദ്ധിക്കുന്നു. അതാ പറഞ്ഞത്, നമുക്ക് മാറി ഇനി സംസാരിക്കാം. എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് പറയൂ. ഗായത്രി, അവന് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ മാറിയിരുന്നോ? ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര വിളിച്ചു, നീ എന്താ എടുക്കാത്തത്? നിനക്ക് മാത്രം താല്പര്യമുള്ളപ്പോൾ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ കരുതിയോ? നീ എന്തിനാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് കത്തയച്ചത്? അത് ഞാനാണെന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? സത്യത്തിൽ അത് എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബുദ്ധിയാണ്. നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ വളരെ മാറിപ്പോയി. അരവിന്ദ് നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അരവിന്ദ് നിന്റെ സമ്മതമില്ലാതെ തൊട്ടു, പക്ഷേ ഞാൻ നിന്റെ സമ്മതത്തോടെ. നീ എത്ര ദുഷ്ടനായി കഴിഞ്ഞു. എന്നെ എന്ത്
പറ്റിച്ചു. ഞാൻ പറ്റിച്ചില്ലല്ലോ. നമുക്കിടയിൽ സത്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള ഇൻഫാക്ച്വേഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അങ്ങനെയെങ്കിൽ നീ എന്തിനാ എന്നോട് വിവാഹകാര്യം പറഞ്ഞു? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. പഠിക്കുന്ന സമയമല്ലേ ഇപ്പോൾ. നൂണ. അല്ല, അങ്ങനെ അല്ല നീ പറഞ്ഞത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നീയായിരുന്നു സീരിയസ്. എന്നെ കബളിപ്പിക്കുമായിരുന്നു. ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല. ഒരു വാദത്തിന് നിൽക്കണ്ട. നീയാണ് നുണ പറയുന്നത്. ഞാനിപ്പോ എന്നെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. എന്റെ വീട്ടുകാർ, അവരെ കുറിച്ച് നീ ആലോചിച്ചോ? ഞാൻ എന്തിനാണ് അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകാത്ത കാലമാണല്ലോ ഇപ്പോൾ. ദേ, ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. എന്തായാലും നമുക്ക് തുടരാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല. ഇത് നീ പറഞ്ഞു കേൾക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. നീ ഏറ്റവും ചീപ്പായിട്ടാണ് എന്നോട് പെരുമാറിയത്. എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം. അത് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടി നമുക്ക് പിരിയാം. അത്രയും മോശമായിട്ടാണ് നീ എന്നെ കൈകാര്യം ചെയ്തത്. ഒരു സൗഹൃദത്തിന് പോലും നീയുമായി ഇടപഴകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു. വേണ്ടെങ്കിൽ വേണ്ട. അത് പറയാൻ തന്നെ ഞാനും വന്നത്. ഒന്നോർത്തോ, താനില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടായി? വിഘ്നേഷ് എന്താ പറഞ്ഞത്? എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം. എല്ലാം കഴിഞ്ഞു ടീച്ചർ. എനിക്കിനി വയ്യ. എനിക്കിനി ഒന്നിനും വയ്യ ടീച്ചർ. ഗായത്രി, ഗായത്രി, താൻ വിഷമിക്കാതെടോ, താൻ വിഷമിക്കാതെ. എത്ര നിസ്സാരമാണ് അവൻ സംസാരിക്കുന്നത്. എനിക്കൊരു വില പോലും നൽകുന്നില്ല. അവൻ്റെ താല്പര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാവാം അവൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. എനിക്കിത് സഹിക്കാനാകുന്നില്ല ടീച്ചർ. ഗായത്രി, തന്നെ പോലെ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പെൺകുട്ടികളിൽ ഏറിയ പങ്കും ഡിപ്രഷന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ തകർച്ചയിലാണ്. പഠനത്തിൽ പിന്നോക്കം പോകുന്നതിലും എല്ലാത്തിനും കാരണമാകുന്നത് ഇതാണ്. നല്ല ഫോക്കസ് ഉള്ള കുട്ടിയല്ലേ നീ ഗായത്രി? എന്നിട്ടെന്താ ഇങ്ങനെ? ഞാൻ തളർന്നു പോകുന്നു ടീച്ചർ. ഞാൻ ഇനി എന്ത് ചെയ്യും? നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ലോകമാണോ ഇത്? ഗായത്രി, നിനക്ക് ചുറ്റും നിനക്കൊരുപാട് അവസരങ്ങളുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല ടീച്ചർ. എൻ്റെ മുൻപിൽ വേറെ ഒരു വഴിയും ഇല്ലാത്ത പോലെ. എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. വിഘ്നേഷിന്റെ മുൻപിൽ നല്ല ധൈര്യമുള്ള പോലെ ഞാൻ അഭിനയിച്ചു. ടീച്ചർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് നാം മനുഷ്യരെ വിശ്വസിക്കുക? അത് ഈ കാലത്തിൻ്റെ കൂടി പ്രത്യേകതയാണ് കുട്ടി. മനുഷ്യന്മാർ അവരവരിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാം അതിനെ അതിജീവിക്കണം. അപ്പോ ടീച്ചർ പറയുന്നത് ഇന്നത്തേതൊരു മോശം കാലഘട്ടമാണെന്നാണോ? എന്ന് പറഞ്ഞില്ല. ഈ കാലത്തും സ്നേഹവും പരിഗണനയും ഒക്കെയുണ്ട്. പക്ഷെ അവ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും. മാനസികമായി വളരെ തകർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഗായത്രിക്ക് സൈക്കോളജിസ്റ്റുകളുടെയോ മറ്റോ സഹായം തേടാവുന്നതാണ്. പക്ഷേ അതിജീവിക്കണമെന്ന തോന്നൽ തനിക്ക് കൂടി ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്? പക്ഷേ എന്നെ പോലൊരു പെൺകുട്ടിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഈ ചിന്തയാണ് മാറ്റിയെടുക്കേണ്ടത് ഗായത്രി. നിനക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ഗായത്രി, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രണയത്തകർച്ചയെപ്പറ്റി പറയട്ടെ. അന്ന് ഞാനും തന്നെ പോലെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാനതിനെ
എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി. അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചിരുന്നു. പ്രണയത്തകർച്ച, അതുവഴിയുണ്ടായ ട്രോമ, ഇവ മാറ്റാൻ എന്നെ സഹായിച്ചത് എന്നെക്കുറിച്ചിട്ടുള്ള എൻ്റെ ബോധ്യമാണ്. പക്ഷെ ചില ട്രോമകൾ ചില ആൾക്കാരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയെന്ന് വരാം. പിന്നെ കവികളും സാഹിത്യകാരന്മാരും പറയുന്ന പ്രണയമല്ല റിയലിസ്റ്റിക്കായ പ്രണയബന്ധം. ആ വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിനക്കിവിടെ ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. ടീച്ചർ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ കാലത്ത് ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇല്ലെന്നാണോ? ഇല്ലെന്നല്ല കുട്ടി പറഞ്ഞത്. ഏറ്റവും മനോഹരങ്ങളായ പ്രണയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രണയത്തകർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. രമണൻ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ആ കാലം, മാനസിക പിന്തുണ നേടാൻ ഒരുപാട് മാർഗങ്ങളുള്ള ഈ കാലത്ത് പ്രണയങ്ങളെപ്പോലെ പ്രണയത്തകർച്ചയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഗായത്രി, താൻ ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇനിയും ഒരുപാട് നല്ല നാളുകൾ നിനക്കുണ്ട്. സ്നേഹവും അനുകമ്പയും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നേറാനുള്ള നാളുകൾ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? എനിക്ക് കുറേ മനസ്സിലാകുന്നുണ്ട് ടീച്ചർ. വിഘ്നേഷിൻ്റെ അവഗണന അതെൻ്റെ സമനില തെറ്റിച്ചിരുന്നു. അവനിലൂടെയായിരുന്നു ഞാൻ എന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ വിഷയത്തിൽ എൻ്റെ അറിവ് ചെറുതാണ്. ട്രോമകളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാത്തവർക്ക് ക്ലിനിക്കലായ സഹായങ്ങൾ തേടാവുന്നതാണ്. അതിലൊരു കുറവും വിചാരിക്കേണ്ടതില്ല. കേട്ടോ ഗായത്രി? ശരി ടീച്ചർ. ഓ, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. ഗായത്രി നന്നായി പെർഫോം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡോക്ടറെ കാണിച്ചതുകൊണ്ട് കുറെ പുരോഗതി ഉണ്ടല്ലേ? ടീച്ചർ പറഞ്ഞിട്ടാ പോയത്. ശരിക്കും എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇത്രയും ഉത്സാഹവും ധൈര്യവുമുള്ള ഗായത്രിയെ തന്നെയാ എനിക്ക് കാണേണ്ടത്. അരവിന്ദനെയും വിഘ്നേഷിനെയും നീ മുഴുവനും മറന്നല്ലോ. ഏയ്, ഞാനവരെ മറന്നിട്ടില്ല. ടീച്ചർ പറഞ്ഞ പോലെ എൻ്റെ ഏതെങ്കിലും ഓർമ്മയായി അവർ നിൽക്കട്ടെ. ജീവിതത്തെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവനില്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. ഗായത്രിയുടെ ഉള്ളിലെ ധൈര്യവും ഉത്സാഹവുമുള്ള മറ്റൊരു ഗായത്രിയുണ്ട് കൂട്ടിന്. അത്രയും പോരെ? ഇതെല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. നാളെയല്ലേ തൻ്റെ ഡാൻസ്? ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് എടോ. പെയ്ത്ത് നാടകം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗായത്രി ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശില്പ; വിഘ്നേഷ് അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ നിധീഷ്; ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ, ഡാൻസ് ടീച്ചർ ജയന്തി കൃഷ്ണ. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത.